പെരുമ കാണിക്കുക. പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പള്ളി വളരെയേറെ ലളിതമായിരുന്നു. വളരെയേറെ ലളിതമായ പള്ളി. കാണാൻ വലിയ ഭംഗിയോ അതിൽ വലിയ അലങ്കാരങ്ങളോ കൊത്തുപണികളോ ആഡംബരങ്ങളോ അതിന്റെ അകത്തേക്ക് കയറിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളോ കൊത്തുപണികളോ കലാരൂപങ്ങളോ ഒന്നുമില്ലാത്ത പള്ളി. പക്ഷേ അതിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ആവശ്യമായ ഹിദായത്ത് പ്രവഹിച്ചിരുന്നു. കാണാൻ വലിയ കോലൊന്നുമില്ല, പക്ഷേ ഹിദായത്തിന്റെ കേന്ദ്രമായിരുന്നു. അവസാന കാലഘട്ടം എത്തുമ്പോഴോ മസാജിദുഹും മാമിറ, പള്ളികളൊക്കെ വളരെ ഗംഭീരം, പ്രൗഢഗംഭീരമായ പള്ളികൾ, അത്യാകർഷകമായ മനോഹരമായ അമ്പരച്ചുംബികളായ മിനാരങ്ങളുള്ള പള്ളികൾ, കുബ്ബകളുള്ള പള്ളികൾ. സന്മാർഗത്തിൽ നിന്ന് ശൂന്യമാണ്. പൂർവീകരുടെ പള്ളികൾ കാഴ്ചക്ക് വളരെ ഭംഗി കുറഞ്ഞതും എന്നാൽ അതിൽ ഹിദായത്തിന്റെ വെളിച്ചം വല്ലാതെ വീശിയിരുന്നു. ഇന്ന് നേരെ എതിരെ കാഴ്ചക്ക് വലിയ അലങ്കാരം, പ്രൗഢിയും പ്രതാപവും പ്രകടിപ്പിക്കാനുള്ള പള്ളികൾ, പക്ഷേ ഹിദായത്തിൻ്റെതായ വെളിച്ചം വളരെ കുറവാണ്. നമ്മൾ നോക്കൂ, ഇതിന് വിശദീകരണം ഞാൻ പറയേണ്ടതില്ല. ഓരോ രാജ്യത്തും, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം, നമ്മുടെ കേരളം, എല്ലായിടത്തും നമ്മളൊക്കെ നിവസിക്കുന്ന നമ്മുടെയൊക്കെ നാടുകൾ ഇന്ത്യ രാജ്യത്തിലേക്കൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. എവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുമ്പോൾ അമ്പരച്ചുംബികളായ മിനാരങ്ങളുള്ള വലിയ വലിയ പള്ളികൾ. നിങ്ങൾ അതിലൊരു വഖത്തിന് കയറി നോക്കൂ. ഇമാമിന്റെ പിന്നിൽ 2 ആള് 4 ആള് ഒരു 6 ആള്, ഒരു സൊഫ് തികയൂല. സുബൈക്ക് എന്ന് നോക്കി ആരുമില്ല. ആ രൂപത്തെ പള്ളിയോ വിശാലമായ പള്ളികൾ ഖറാബായി കിടക്കുകയാണ്, ശുദ്ധശൂന്യമായി കിടക്കുകയാണ്. അങ്ങനെ ഒരു മത്സരം. പള്ളികൾ ധാരാളം മുഴത്തിനുണ്ട്, പക്ഷേ ഹുദാ സന്മാർഗത്തിന്റെ ആ ഒരവസ്ഥ, കക്ഷിഭേദമന്യേ ഞാൻ ഈ പറയുന്നത്, ഇന്ന ഗ്രൂപ്പുകാരുടെ പാർട്ടിക്കാരുടെ ഒന്നുമല്ല, ഏകദേശം എല്ലാവരും ഈ കാര്യത്തിൽ ഏതാണ്ട് സമമാണ്. എല്ലാവരും ഈ കാര്യത്തിൽ മത്സര ബുദ്ധിയും. എല്ലാവർക്കും വേണം അവനവന്റെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും ഒരു കലശം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എത്ര 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം 1 കോടി പള്ളി എന്റെ നാട്ടിൽ ആവശ്യമുണ്ടോ? അതൊന്നും ചിന്തിക്കില്ല. എല്ലാവർക്കും വലിയ പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും വലിയ ഉഷാറാകണം. എന്നിട്ടോ ആ ഉഷാറിൽ എങ്ങനെങ്കിലും അറബ് സഹോദരന്മാരുടെയൊക്കെ വലിയ മാനസികമായ അവരുടെ ആ ഇഹ്സാൻ, അവർ കൊടുക്കുന്ന സദഖയിലൂടെ വലിയ പള്ളി ഉണ്ടാക്കും. പിന്നെ തിരിഞ്ഞു നോക്കൂല. പൊടി പിടിച്ച് മാറാല പിടിച്ച് എലിക്കാട്ടവും പല്ലിക്കാഷ്ടവും ഒക്കെ നിറഞ്ഞ് ജമാഅത്തിന് ആളില്ല, ജമാഅക്കും ആളില്ല, ഒരു ഇമാറത്തും ഇല്ല, അവിടെ നിസ്കാരമില്ല, ദിക്റും ഇല്ല, ഖുർആനോത്തും ഇല്ല, ഒരു ഹിദായത്തിന്റെ അടയാളങ്ങളും ഇല്ലാതെ പള്ളി പുറത്തേ ഇങ്ങനെ കണ്ടാ എന്താ ഞങ്ങളെ പള്ളിയോട് കിടയൊക്കുന്ന ഒരു പള്ളിയില്ല. പെരുമ പ്രകടിപ്പിക്കുകയാണ്. പള്ളികളുടെ കാര്യത്തിൽ പെരുമ കാണിക്കുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ലാ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിക്കൂല. ഇതിനാളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹുവോട് മറുപടി പറയേണ്ടതുണ്ട്. ഇത് പലപ്പോഴും പണ്ടൊക്കെ ആളുകൾ പള്ളി ഉണ്ടാക്കുമ്പോൾ അവർക്ക് വലിയ വേദനയുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ ജുമാ നടന്നില്ലെങ്കിൽ, ജമാഅത്ത് നടന്നില്ലെങ്കിൽ, ഒരു പള്ളിയിൽ അത് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കാണുന്നവരുടെ ഖൽബ് പൊട്ടുമായിരുന്നു നമ്മുടെ പൂർവികരുടെ. കാരണം അവരുടെ മക്കൾക്ക് കൊണ്ടുവന്ന് വേവിക്കാൻ വെച്ചിരുന്ന അരിയിൽ നിന്ന് പിടിയരി വാങ്ങിയിട്ട് അതൊരു കലത്തിലും അതുപോലെ തന്നെ പാത്രത്തിലൊക്കെ സൂക്ഷിച്ചിട്ട് ആഴ്ചയിലോ മാസത്തിലോ ആ പിടിയരി ഒരു കീശയിലാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് പള്ളിയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും പള്ളിയുടെ ഭരണം നടത്താനും ഒക്കെ ഏറ്റവും വലിയ മാനസികമായ അവസ്ഥ കാണിച്ചിരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിരുന്നു. നമ്മുടെ പള്ളികളൊക്കെ കുറെ ഉഷാറായിരുന്നു. നാട്ടുകാർക്കൊക്കെ പള്ളി വേണ്ടിയിരുന്നു. ഇന്നെന്താ? ആർക്കും പള്ളി വേണ്ട. പള്ളി എന്തോ ആയിക്കോട്ടെ, ജമാഅത്തിന് പോണ്ടോ? ഇല്ല. അവിടുത്തെ വിഷയങ്ങൾ ആർക്കെങ്കിലും പ്രശ്നമാണോ? ഇല്ല. എന്താ കാരണം? അവനവന്റെ ഒരു വിയർപ്പതിലില്ലല്ലോ, അവനവന്റെ ഒരു ചില്ലിക്കാശ് അതിലില്ലല്ലോ. പള്ളി വേണം, മീറ്റിംഗ് കൂടി. എന്താ വേണ്ടത്? ചൂണ്ടി. എവിടേക്കാ ചൂണ്ടിയത്? ഗൾഫിലേക്ക്. യുഎഇ പോവുക, ഒരു സിറ്റീസ് വിട്ടു വെക്കുക, അവിടേക്ക് ലെറ്റർ എടുക്കുക, മറ്റാളെ ലെറ്റർ വാങ്ങുക, വേറൊരാളെ കാണുക, എല്ലാവർക്കും അതാണ് വേണ്ടത്. ഒരു വേദന ആർക്കും ഇല്ലല്ലോ, ഒരു വേദനയില്ല. അങ്ങനെ വരുമ്പോ അവിടെ ജമാഅത്ത് നടക്കുന്നില്ലല്ലോ, ആർക്കും സങ്കടമല്ല.
ഒരു പള്ളിയിൽ ജമാഅത്ത് നടന്നില്ലല്ലോ, വേദനയില്ല ഒരാൾക്കും. എന്താ കാരണം? അവനെന്ത് വേദന തോന്നാൻ? അവനതിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന മഹാന്മാര്, ആ മഹാന്മാരെ പറ്റി പറഞ്ഞപ്പോ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി എന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആളുകളതാ അവരുടെ ഖൽബ് പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയം പള്ളിയിൽ കെട്ടിത്തൂക്കി എന്നും അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എന്താ? ശരീരം പുറത്താണെങ്കിലും മനസ്സ് എപ്പോഴും പള്ളിയിലാ. പങ്കെടുത്തോ, ജമാഅത്തിന് പോണ്ടേ, അവിടെ എത്തണ്ടേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ടോ, ജമാഅത്ത് നടക്കുന്നുണ്ടോ, അവിടെ ലൈറ്റ് ഉണ്ടോ, വെള്ളമുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, മൂത്രപ്പര ദുർഗന്ധം നമിക്കുന്നുണ്ടോ? ഏറ്റവും വൃത്തിയുടെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ. ഒരു സ്ഥലത്ത് മൂത്രം വല്ലാതെ ഗന്ധമുണ്ടെങ്കിൽ അവിടെ ഒരു മാപ്പിളമാരുടെ പള്ളിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നമ്മുടെ കേരളത്തിലെ ഒരു എഴുത്തുകാരൻ മുസ്ലിം സമുദായത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതി. സത്യായിരുന്നില്ലേ? എവിടെങ്കിലും സ്ഥലത്ത് മൂത്രം മണക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് കരുതിക്കോളി. അപ്പൊ എന്താ? വൃത്തിയാക്കാൻ ആളില്ല. അവിടെ ഇങ്ങനെ പീടി വലിച്ചിട്ട് കാർക്കിച്ചു തുറപ്പി എല്ലാ രൂപത്തിലും വൃത്തികേടാക്കിയിട്ട് അതിന്റെ ഒരു നിലക്കും മകവും പുറവും ഇമാറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പലപ്പോഴും. എന്നാലോ അതിന് മേന്മ, പള്ളി ഉണ്ടാക്കേണ്ട മീറ്റിംഗ് ആണ് കൂടി ഉഷാർ, വലിയ പള്ളി വേണം എല്ലാവർക്കും, വലിയ പള്ളി. ആ കാര്യത്തിൽ പെരുമ നടിക്കുക അതൊരു നല്ല ലക്ഷണമല്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾ ഇങ്ങനെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ആക്കി നിർത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, യഹൂദികളും നസറാനികളുമൊക്കെ പള്ളികൾ മോടികൂട്ടിയതുപോലെ മോടികൂട്ടുന്നൊരവസ്ഥ വരിക തന്നെ ചെയ്യും എന്ന്. ആ രൂപത്തിലുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും അവരുടെ കനീസകൾക്കും മഠങ്ങൾക്കുമൊക്കെ ഉള്ളതുപോലെ ആ രൂപത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിത്തീരും എന്ന് വരെ സഹാബത്ത് ആ കാര്യത്തിൽ ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഒരു നാട്ടിൽ എല്ലാ വീടുകളും വളരെ ആഡംബരത്തിൽ പള്ളി ഇങ്ങനെ പൊളിഞ്ഞ് ഒരു ഓലമടക്കൊണ്ട് ഇങ്ങനെ ചെരിച്ചുണ്ടാക്കി അതിലിങ്ങനെ മഴയൊന്നും ചോരണം അല്ല. ഒരു സ്ഥലത്തെ ആവശ്യമായ നിലക്കുള്ള രൂപത്തിലുള്ള വൃത്തിയും ഭംഗിയൊക്കെ വേണം. അതേ അവസരത്തിൽ ആഡംബരങ്ങൾ, അത്യാഡംബരങ്ങൾ, വലിയ പണച്ചെലവ്. ഇവിടെയൊക്കെ നാട്ടിൽ മിനാരുണ്ടാക്കുന്ന കാശുണ്ടായ വേറൊരു പള്ളി ഉണ്ടാക്കുക. മിനാർ എന്തിനാ? പ്രൗഢിയാണ്. ഞാൻ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, എന്റെ പള്ളി കണ്ടാൽ തന്നെ ഭയങ്കരമായിരിക്കണം എന്നാണ്. ആ ഒരു മിനാരത്തിന്റെ കാശ് 4 മിനാരോ 3 മിനാരൊക്കെ ഉണ്ടാക്കും. ആ പള്ളി ആ കാശ് കൊണ്ട് അവൻ അപ്പുറത്ത് വേറെ ആവശ്യമായ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാം. ആവശ്യത്തിൽ കവിഞ്ഞ് അനാവശ്യങ്ങളും ആഡംബരങ്ങളും പെരുമനടിക്കലുകളും അവരവരുടെ താല്പര്യങ്ങളെ പെരുപ്പിച്ചു കാണിക്കലുമൊക്കെ